എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് സേതുവിന്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പ്രതാപനെ പത്മജനെ വെല്ലുവിളിക്കുകയാണ് സേതു. പിന്നീട് പത്മജയോട് പറഞ്ഞു, അതെ ഭർത്താവിനോട് പറഞ്ഞാരേ മര്യാദയ്ക്ക് പണം തരുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ താലിയും സിന്ദൂരവും ഒക്കെ നിങ്ങൾക്ക് കാണും, ഇല്ലെങ്കിൽ കണ്ടോ അവസാനം അതൊന്നും ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് നിങ്ങൾ പോകുന്നു പറയണ എന്നും പറഞ്ഞ് വെല്ലുവിളിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങി പോവാ. ഈ സമയം പത്മജ എന്നിട്ട് പ്രതാപനോട് പറഞ്ഞു, ഏട്ടാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എത്രയും പെട്ടെന്ന് അവന് പണം കൊടുക്കാണ്ട് കൊടുത്തേക്കണം. അവൻ കൊമ്പനാന്ന് പറയണം. വരുമെന്ന് പറഞ്ഞാ അവൻ വരും, അവൻ വരാതിരിക്കില്ലെന്ന് പറയണം. ഇത് കേട്ടതും പ്രതാപൻ പറഞ്ഞു, മോളെ നീ ധൈര്യമായിട്ടിരിക്കുക, എന്ത് ചെയ്യണം നീ പ്രതാപൻ അറിയാന്നൊക്കെ പറയണം. പിന്നീട് പ്രതാപൻ നേരെ കാണാൻ ചെല്ലുന്ന ഇന്ദ്രനെയാണ്. അങ്ങനെ ഇന്ദ്രനെ കണ്ടു കഴിഞ്ഞിട്ട് പ്രതാപൻ ഇന്ദ്രനോട് പറഞ്ഞു, അതെ എനിക്ക് ചില ആവശ്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ചോദിച്ചു, എന്താ പിരിവ് വല്ലതാണോ ഇനി ഉദ്ദേശിക്കണമെന്ന് ചോദിക്കേ? പിരിവൊന്നും അല്ല, ഇത് വേറൊരു കാര്യമാന്ന് പറയണം. എന്ത് കാര്യം? അതൊക്കെ ഉണ്ട്, ഞാൻ എൻ്റെ അനന്തരവളുടെ കയ്യിൽ നിന്ന് കുറച്ച് പണം വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഇപ്പൊ അവളെ തിരിച്ചു കൊടുക്കണമെന്നും പറഞ്ഞ് ഭയങ്കര ശല്യമാന്ന് പറയാം. ആഹാ അത് കൊള്ളാലോ, എൻ്റെ കയ്യിലാണെ കൊടുക്കാനായിട്ട് പണവും ഇല്ല. പക്ഷെ അവള് പണം കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോ ഭയങ്കര വയലന്റായി. പോരാത്തന സേതു എന്നെ എൻ്റെ ഭാര്യനെയൊക്കെ കൊല്ലൂന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നടക്കുമെന്ന് പറയാം. ഓഹോ, എനിക്ക് സമയം തന്നേക്കുന്ന 24 മണിക്കൂറാ. 24 മണിക്കൂറിനുള്ളിൽ പണം ഞാൻ അവൾക്ക് തിരികെ കൊടുത്തില്ലെങ്കിൽ എൻ്റെ വീട്ടിൽ കയറി എന്നെ തട്ടൂന്ന്. ഇത് കേട്ടത് ഇന്ദ്രൻ പറഞ്ഞു, ആഹാ കൊള്ളാലോ, നല്ല കഥയുള്ളതെന്ന് പറയണം. അല്ല എന്നിട്ട് നിങ്ങളെന്ത് തീരുമാനിച്ചു, പണം കൊടുക്കാൻ തീരുമാനിച്ചെന്ന് ചോദിക്കും. പണം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ദ്രന്റെ അടുത്തേക്ക് എനിക്ക് ഇന്ദ്രനെ കാണാൻ വരേണ്ട കാര്യമില്ലായിരുന്നല്ലോ എന്ന് പറയാം. അങ്ങനെയൊന്നും പെട്ടെന്ന് ഈ പ്രതാപൻ അയാളുടെ മുന്നിൽ കീഴടങ്ങാൻ പോകുന്നില്ല. എനിക്ക് പണം കൊടുക്കാൻ താല്പര്യമില്ലെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പം ഇന്ദ്രൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യമുണ്ട്, ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി എന്ന് പറയണം. നീ ഒരു കാര്യം ചെയ്യ, അവളെ വിളിക്കാൻ പറയണം. ആരെ? ആ ഋതുവിനെ വിളിക്കാൻ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ പ്രതാപൻ പറഞ്ഞു, അല്ല വിളിച്ചിട്ട് ഞാൻ എന്ത് പറയാനാന്ന് ചോദിക്കുക, ഞാൻ പറയുന്ന പോലെ അങ്ങോട്ട് പറഞ്ഞാൽ മതി എന്നൊക്കെ പറയണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക. അവസാനം പ്രതാപൻ വിളിക്കുകയാണ് ഋതുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ അങ്കിളാ വിളിക്കണം എന്ന് പറയാം. ആ പറയാങ്ങളെ എന്താ കാര്യം ചോദിക്കുക. അത് പിന്നെ പണം റെഡി ആയിട്ടുണ്ടെന്ന് പറയണം. പണം റെഡിയായോ? അതെ, മോൾ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി. എങ്ങോട്ടേക്കാ വരണ്ടേന്ന് ഞാൻ ലൊക്കേഷൻ മാപ്പൊക്കെ അയക്കാം, മോൾ അങ്ങോട്ടേക്ക് വാ, പണം ഞാൻ റെഡിയാക്കി തരാമെന്ന് പറയണം. ഇത് കേട്ട ഋതുവിന് സന്തോഷമായി. ശരി അങ്ങളെന്ന് പറഞ്ഞ് ഫോണ് കട്ട് ചെയ്യണം. പിന്നീട് പ്രതാപനോട് പറഞ്ഞു, ഇതേ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, ഇനി ഞാൻ പറയുന്ന പോലെ ഞങ്ങളങ്ങ് ചെയ്താൽ മതി എന്ന് പറയണം എന്നും പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് പോവാം. പ്രതാപൻ ഭയങ്കര സന്തോഷത്തോടു കൂടി അങ്ങോട്ടേക്ക് പോവാണ്. കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും പ്രതാപൻ പറഞ്ഞ സ്ഥലത്തേക്ക് ഋതു വരുവാണ്. അങ്ങനെ ഋതു ഒരു ഓട്ടോറിക്ഷയ്ക്ക് അവിടെ വന്നിറങ്ങി. ഈ സമയത്ത് കാറ് കുറച്ച് മാറ്റിക്കൊണ്ടേ പ്രതാപൻ ഇട്ടിരിക്കുന്നത്. പിന്നീട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഋതു ചോദിച്ചു, അല്ലെങ്കിലേ പണം എവിടെയാന്ന് ചോദിക്കണം. ദേ പണം വണ്ടിക്കകത്തുണ്ട് എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ഋതു പറഞ്ഞു, പണം അങ്കിള് തന്നത് നന്നായി, ഇല്ലായിരുന്നെങ്കിൽ മിക്കവാറും ആന്റി വിധവയായി പോയെന്ന് പറയണം. വിധവയാവാനോ? അതെ വിധവയാന്ന് പറഞ്ഞു മനസ്സിലായില്ലേ, അങ്കിളിനെ ഞാൻ തീർത്താനെന്ന് പറയണം. ഒന്നും രണ്ടുമല്ല, ലക്ഷങ്ങളാ എൻ്റെ നിന്ന് വാങ്ങിയത്, ആ ബോധം അങ്കിളിന് ഇല്ലേന്ന് ചോദിക്കുക. പൂർണിമ ടെക്സ്റ്റൈൽസ് ജപ്തിയുടെ വക്കീലെത്തിയിരിക്കുക, എനിക്ക് വേറെ ഒരു നിവൃത്തി നിർവാഹം ഇല്ലാത്ത അവസ്ഥയാണ് ഞാൻ കഴിയണേ. ആ സമയത്തായിരുന്നു അങ്കിളിന്റെ ഇതുപോലത്തെ കാലുമാറ്റമൊക്കെ. ഇത് കേട്ടതും പ്രധാനം പറഞ്ഞു, മോളെ എനിക്ക് പണം കിട്ടാനായിട്ട് കുറച്ച് വൈകിപ്പോയി, നീ എന്നോട് ക്ഷമിക്കുക, ഞാൻ അങ്ങനെയൊന്നും പറയാനും ചെയ്യാനും പാടുള്ളതായിരുന്നില്ല, പക്ഷെ ആ സമയത്ത് എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യേണ്ടതായിട്ട് വന്നു, എന്നോട് ക്ഷമിച്ചു കളാ, ഒന്നുമല്ലേലും നിന്റെ അങ്കിളല്ലേ ഞാൻ എന്നൊക്കെ പറയണം. ശരി ശരി, അമ്മാവനായതുകൊണ്ട് ഞാൻ ക്ഷമിച്ചു എന്നൊക്കെ പറയണം. എന്നാ ബാ കാറിൻ്റെ അടുത്ത് പണം ഉണ്ടെന്ന് പറയണം. അങ്ങനെ ഋതു അങ്ങോട്ട് നടന്നു, പുറകെ തന്നെ പ്രതാപൻ നടക്കണം. അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞപ്പം ഋതു ചോദിച്ചു, പണം എവിടെയാ? ആ കാറിന്റെ ഡിക്കിക്കകത്തുണ്ടെന്ന് പറയണം. ഇത് കേട്ടതും ഋതു വന്നിട്ട് ഡിക്കി തുറക്കാൻ അങ്ങോട്ട് തിരിഞ്ഞ സമയത്ത് പ്രതാപൻ എന്ത് ചെയ്യണം, പുറകേന്ന് വന്നിട്ട് ഒരു തുണിയിലേക്ക് അല്പം ക്ലോറോഫോം വെച്ചിട്ട് നേരെ അത് കൊണ്ടുപോയി ഋതുവിനെ അങ്ങോട്ട് മണപ്പിക്കണം. പുറകേന്ന് വന്നുള്ള ആക്രമണം ആയതുകൊണ്ട് ഋതുവിന് ഒന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ല. പെട്ടെന്ന് ഋതു അങ്ങോട്ട് മയങ്ങിപ്പോയി. ഈ സമയം പ്രതാപൻ പറഞ്ഞു, എടി നിന്റെ അല്ല, നിന്റെ വലിയവരെ വരെ എനിക്ക് മയക്കാനായിട്ടറിയാം, പിന്നെയാണോ നീ എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ തൂക്കിയെടുത്ത് കാരണത്തേക്ക് ഇടുവാണ്. പിന്നീട് കൊണ്ടുവരുന്ന ഒരു ഒഴിഞ്ഞ വീട്ടിലേക്കല്ല, ആളൊഴിഞ്ഞൊരു വീട്ടിലേക്ക് കൊണ്ടുവരുക. അവിടെ ചെന്ന് അങ്ങനെ കഥമൊക്കെ തുറന്നതിന് ശേഷം അവളെ തൂക്കിയെടുത്ത് നേരെ അകത്തേക്ക് കൊണ്ടുവന്നു. അകത്തേക്ക് കൊണ്ടുവന്ന കസാരയിലേക്ക് അങ്ങോട്ട് ഇരുത്തുവാണ്. പിന്നീട് അവിടെ ഇരുന്ന കുപ്പിക്കകത്ത് കുറച്ച് വെള്ളം എടുത്ത് അവളുടെ മുഖത്തേക്ക് തളിക്കുക. ഇത്തിരി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അവൾക്ക് ബോധമൊക്കെ വേണം. അവൾ ഇങ്ങനെ ചുറ്റും നോക്കുകയാണ്. ആ സമയത്ത് പ്രതാപൻ പോയി കഥ അടച്ച് കുറ്റിയിടുവാണ്. അങ്കിളെ ഇതെവിടെയാ, ഞാനിത് എവിടെയാ, നമ്മളിത് എവിടെയാ നിക്കണേന്നൊക്കെ ചോദിക്കുക. പിടയ്ക്കാതെ നിൽക്കും മോളെ, അങ്ങനെ നിനക്കിട്ടുള്ള പണി ഞാൻ തന്നു പറയണം. അങ്കിൾ എന്തൊക്കെയാ പറയണേ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് പറയണം. മോളെ ഋതു, നീ എന്താ വിചാരിച്ചോണ്ടിരുന്നേ, ഈ പ്രതാപനെ കൊടുക്കാന്നോ? അതൊക്കെ വെറും നിന്റെ വ്യാമോഹം മാത്ര, അതൊന്നും നടക്കുന്ന കാര്യമില്ല, അതൊക്കെ സ്വപ്നങ്ങളിൽ മാത്രമാന്ന് പറയണം. അങ്കിളെ ഇതെന്തായി പറയണേ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ലോ എന്ന് പറയണം. നിന്നെ ഞാൻ മനസ്സിലാക്കി തരാം. ഒരു കാര്യം ചെയ്യാം,
എന്നും പറഞ്ഞിട്ട് പ്രധാനോടെ ടേബിളിൽ ഇരുന്നൊരു മുദ്രപത്രം എടുത്തോണ്ട് കൊടുക്കുവാണ്. ദേ ഇതിലൊന്ന് സൈൻ ചെയ്യുവാണ് നിന്നെ വിടാന്ന് പറയണം. അങ്കിളെ എനിക്ക് പോണം, മര്യാദയ്ക്ക് കഥവ് തുറക്കാൻ പറയാണ്, എനിക്ക് എന്റെ പണവും കിട്ടണമെന്ന് പറയാം. പണമാ നിനക്കാ? നിനക്ക് പണം പോയിട്ട് ചില്ലി കാശ് പോലും ഞാൻ തരത്തില്ല എന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ ഋതു പറഞ്ഞു, ഓഹോ അപ്പൊ എന്നെ മനപ്പുറം ചതിക്കുമായിരുന്നല്ലേന്ന് ചോദിക്കും. പിന്നല്ലാതെ അതിന് ഇനി നിന്റെ ഞാൻ പണം മേടിച്ചതിന് എന്തെങ്കിലും തെളിവുണ്ടോന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ ഋതു ഒന്നും മിണ്ടിയില്ല. പിന്നീട് എന്ത് ചെയ്യണം, പ്രതാപൻ ചെന്നിട്ട് ആ മുദ്രപത്രം അങ്ങ് നീട്ടിട്ടുണ്ട്. ഇത്തേലേക്ക് മര്യാദയ്ക്ക് സൈൻ ചെയ്യണം, നിനക്ക് പോവാന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ഋതു ചോദിച്ചു, ഇതെന്താ നീ മുഴുവൻ പണവും കൈപ്പറ്റിയിരിക്കുന്നു എന്നുള്ള എഗ്രിമെന്റ് ആന്ന് പറയണം. മുഴുവൻ പണം കൈപ്പറ്റാനോ? അതിന് ഞാൻ അങ്കളുടെ നിന്ന് പണമൊന്നും വാങ്ങിയിട്ടില്ലോ. അതെ വാങ്ങിയിട്ടില്ല, പക്ഷേ എങ്കില് നീ വാങ്ങിയതായിട്ട് എനിക്ക് ആൾക്കാരെ ബോധിപ്പിക്കണം. ആൾക്കാരെ ആരെ ബോധിപ്പിക്കാൻ? നിന്റെ ഒരു വലിയേട്ടൻ ചമഞ്ഞെടുത്ത് നടക്കുന്നുണ്ടല്ലോ സേതു. 24 മണിക്കൂർ അവൻ എനിക്ക് സമയം തന്നേക്കുന്നത്. 24 മണിക്കൂറിനുള്ളിൽ നിനക്ക് പണം തിരികെ തന്നില്ലെങ്കിൽ അവൻ എന്നെ അങ്ങ് തീർക്കൂന്ന്, എന്റെ ഭാര്യ വിധവയാവുന്ന്. പോരാത്തന്നെ നീയും പറഞ്ഞില്ല എന്നെ കൊല്ലൂന്ന്. അങ്ങനെയാണ് ഞാൻ നോക്കിയിട്ട് ഇത് മാത്രമേ മാറും കാണുന്നുള്ളൂ. ഒപ്പിടുവാണ് നിനക്ക് ഇവിടുന്ന് പോവാം, അല്ലെങ്കിൽ നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ലെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ഋതു പറഞ്ഞു, അങ്കിളെ കാണിക്കുന്ന ചതിയാന്ന് പറയാണ്. ചതിയോ? അങ്കിളുടെ ചതി എന്താ, സ്വഭാവം എന്താ നീ ശരിക്കും അറിയാൻ പോകുന്നുള്ളൂ. ഞാനൊരു രാഷ്ട്രീയക്കാരനല്ലേ, എന്നോട് കളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കളി പഠിപ്പിക്കും എന്നൊക്കെ പറയണം. ഇത് കേട്ടപ്പോൾ ഋതു പറഞ്ഞു, അങ്കിളെ മര്യാദയാണ് മര്യാദ, തുറന്നു വിടാനാ പറഞ്ഞേ. തുറന്നു വിടാൻ പോകുന്നില്ലടി, നീ ഇവിടെ കിടക്കാൻ പറയണം. ഇത് മുദ്രപത്രത്തിൽ എപ്പോൾ സൈൻ ചെയ്യുന്നോ അപ്പോഴും നിനക്ക് ഈ മുറിക്ക് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ, അല്ല നീ പുറത്തിറങ്ങാന്ന് വിചാരിക്കേണ്ടെന്ന് പറയണം. അപ്പോഴേക്കും പെട്ടെന്ന് ബാഗിനകത്തുനിന്ന് തന്റെ മൊബൈൽ ഫോൺ എടുക്കാൻ തുടങ്ങുവാണ് ഋതു. ഈ സമയത്ത് പ്രതാപം വന്നിട്ട് ആ മൊബൈൽ ഫോൺ അങ്ങോട്ട് പിടിച്ചു വാങ്ങി. നിന്റെ മൊബൈൽ ഫോൺ ഇനി എന്റെ കയ്യിലിരിക്കട്ടെ, അങ്ങനെ നീ അങ്ങോട്ട് സൂക്ഷിക്കേണ്ടെന്ന് പറയണം എന്നും പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് കഥ അങ്ങോട്ട് അടക്കി വേണം. ഞങ്ങളെ എന്നെ തുറന്നു വിടണം, ഞാൻ പറഞ്ഞല്ലോ നീ സൈൻ ചെയ്യുന്ന എപ്പോഴാണോ അപ്പൊ നിന്നെ തുറന്നു വിടും എന്നൊക്കെ പറഞ്ഞിട്ട് പ്രതാപൻ അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയം ഋതുവിന് ആകെപ്പാടെ സമനിലേറ്റുന്ന പോലെ തോന്നി. ഋതു അതിലൂടെ എല്ലാം പോയി നോക്കുവാണ്, ഇതിലൂടെ ഇറങ്ങിപ്പോകാൻ വഴിയുണ്ടോന്ന്. നോക്കിയപ്പോൾ അതെല്ലാം കഥകളെല്ലാം അടച്ച് കുറ്റിയിട്ടേക്കുക. ഓരോരുത്തൂടെ ഇറങ്ങി പോയിട്ട് വഴിയില്ല. എന്നെ രക്ഷിക്കങ്കളെ എന്നൊക്കെ പറഞ്ഞ് അകത്തോടെ നിലവിളിക്കുന്നുണ്ട്. പക്ഷെ പ്രതാപൻ അങ്ങോട്ടേക്ക് പോയി. ഈ സമയം പാതിരാത്രി ആയി കഴിഞ്ഞപ്പോൾ ഋതുവിനെ കാണാതെ വന്നപ്പോൾ ആകെപ്പാടെ വിഷമമായി പോയി പൂർണ്ണിമയ്ക്ക്. ഇത് ഇതിലെ പോയി എങ്ങനെ പോയെന്നും അറിയത്തില്ല, എന്റെ ഭഗവാനെ. ആ സമയത്ത് അച്ചു വന്നിട്ട് ചോദിച്ചു, അല്ല ഇതെന്താ അമ്മ ഇതിലായിട്ട് ഉറങ്ങാതിരിക്കുന്നേ? മരുന്ന് കഴിച്ചാൽ സാധാരണ അമ്മ പെട്ടെന്ന് കിടന്ന് ഉറങ്ങുന്നല്ലേന്ന് ചോദിക്കാം. അത് പിന്നെ എനിക്ക് ഉറക്കം വരുന്നില്ല എന്ന് പറയും. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞേ? എനിക്ക് ഋതുവിന്റെ കാര്യം ഓർത്തിട്ട് ഒരു സമാധാനമില്ല. ഋതു ഇതിലായിട്ട് വീട്ടിൽ വന്നിട്ടില്ലെന്ന് പറയും. വന്നില്ലേ അവള്? വന്നില്ല എന്ന് പറയാ. അവൾ ഇത്ര താമസിക്കുന്നൊന്നും അല്ലെന്ന് പറയണം. ഇത് കേട്ടത് അച്ചു പറഞ്ഞു, അമ്മേ അവളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വല്ല മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നതല്ലേ, അമ്മ അതിന് ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ? അതല്ല മോളെ, അവളങ്ങനെ പോവാണെ പറഞ്ഞിട്ടാ പോന്നെ. അത് മാത്രമല്ല ഇത്രയും താമസിക്കുന്നൊന്നും അല്ല. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചു പറയുകയും ചെയ്യുന്ന. വിളിച്ചിട്ടാണ് ഫോൺ കിട്ടുന്നില്ല, സ്വിച്ച് ഓഫ് എന്ന മറുപടി പറയണമെന്ന് പറയും. അപ്പത്തേനും പല്ലവിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു. കാര്യങ്ങൾ അന്വേഷിക്കണം. പല്ലവിക്കും ടെൻഷനായി. പല്ലവി പറഞ്ഞു, ഋതു ചിലപ്പോൾ ഇപ്പൊ തന്നെ വരുമായിരിക്കും, അമ്മ സമാധാനപ്പെട്ടിരിക്കാൻ പറയണം. ആ സമയം സേതു അങ്ങോട്ടേക്ക് വന്നു. പിന്നീട് സേതുവിനെ വിളിച്ച് പല്ലവി പറഞ്ഞു, സേതു ഏട്ടാ ഋതു ഇതുവരെയായിട്ടും വന്നിട്ടില്ലെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സേതു പറഞ്ഞു, അവളെവിടെ പോകാനാ? അവൾ മിക്കവാറും കമ്പനി കാണുമായിരിക്കുന്നു. ഇല്ല, ഞാൻ കുറുപ്പമ്മാനെ വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറുപ്പമ്മ പറഞ്ഞ് അവിടെയെങ്കിലും ഇല്ലെന്നാ പറഞ്ഞെന്ന് പറയണം. പിന്നെ ഇത് അവൾ എവിടെ പോയി? ഏതെങ്കിലും ഫ്രണ്ട്സിനോടൊപ്പം പോയി കാണുമായിരിക്കും എന്നറിയാം. ഞാൻ അറിയാവുന്ന ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചു നോക്കി ചെയ്തു, പക്ഷെ ഒരിടത്തും അവൾ എത്തിയിട്ടില്ല. പിന്നെ കുറുപ്പേണ്ണെ വിളിച്ചു ചോദിച്ചപ്പം ഇന്ന് അവൾ അങ്ങോട്ടേക്ക് ചെന്നിട്ടില്ലെന്നാ പറഞ്ഞെന്ന് പറയണം. അപ്പൊ പിന്നെ ഇത് അവള് എവിടെ പോയി എന്നൊരു ചിന്ത മനസ്സിലാവുന്നുണ്ട്. ഈ സമയം പല്ലവി പറഞ്ഞ്, സേതുവേട്ടൻ നമുക്കൊന്ന് പോയി അന്വേഷിച്ചാലോ എന്ന് ചോദിക്കുക. ബാ അന്വേഷിക്കാന്ന് പറഞ്ഞിട്ട് പല്ലവിയുടെ കൈയും പിടിച്ച് സേതു അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയത്ത് രാത്രി കഴിഞ്ഞപ്പോഴത്തേനും ശ്രീഹരി കിടക്കുവാണ്. അപ്പൊ അച്ചു മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീഹരി പറഞ്ഞു, അല്ല നിന്റെ മുഖത്ത് എന്താ വിഷമം ചോദിക്കും. അത് പിന്നെ എത്ര എന്ന് പറഞ്ഞാൽ ഋതു പാവമാണ്, അവളീ പുറമെ കാണിക്കുന്നുള്ളൂ. അവൾക്ക് ഈ ദേഷ്യം എന്താന്ന് വെച്ചാല് എന്റെ കല്യാണം കഴിഞ്ഞു പിന്നെ സേതുവാണ് ഇങ്ങോട്ടേക്ക് വന്ന് ഇഷ്ടപ്പെട്ടില്ല, അത് അവളുടെ ദേഷ്യത്തിന് കാരണം എന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ശ്രീഹരി പറഞ്ഞു, നീ ഇനിയിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ശരി അച്ചു, ഞാൻ അവളെ വിശ്വസിക്കാൻ കൂട്ടാക്കില്ല. കാരണം അവളുടെ അത്ര ഒരുത്തിയാണ്. സേതുവേട്ടൻ എന്നെയൊക്കെ എത്രമാത്രം ദ്രോഹിച്ചിരിക്കുന്നത് അതൊന്നും എനിക്ക് പെട്ടെന്ന് അങ്ങനെ മറക്കാൻ പറ്റില്ല. ഒരുപക്ഷെ അവളെ കാണാതെ പോയിട്ടുണ്ടെങ്കിൽ അവളുടെ അഹങ്കാരത്തിനുള്ള ശിക്ഷയായിരിക്കും അവൾക്ക് കിട്ടിയിരിക്കുന്നു പറയാ. എന്താ ഇങ്ങനെയൊക്കെ പറയണേ ശ്രീഹരി എന്നൊക്കെ ചോദിക്കുക. പിന്നെ ഇങ്ങനെ പറയാതെ അവൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ അഹങ്കാരത്തിന് കിട്ടുന്ന കൂലിയായിരിക്കും. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല എന്നൊക്കെ പറയാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആകെപ്പാടെ വല്ലാത്തൊരവസ്ഥയായിപ്പോയി. അച്ഛന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ നമ്മളിന്ന് കാണുന്നത്. ഈ സമയത്തെല്ലാം ആകെപ്പാടെ വല്ലാത്തൊരു ബുദ്ധിമുട്ടില് ഏലോടെ പോണം എങ്ങനെ പോകണമെന്ന് അറിയത്തില്ലാതെ ഋതു അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഋതുവിനെ രക്ഷിക്കാനായിട്ട് സേതുവും പല്ലവിയും ഒക്കെ വരണം. അപ്പൊ അതിന്റെ വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. അതിനുമുമ്പ് ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോന്ന്